ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് മാജിക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിച്ചൺ ടിപ്പുമായിട്ടാണ്. അപ്പം ഞാനിന്ന് കുറച്ച് കറിവേപ്പില എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോയപ്പോൾ കുറച്ച് കറിവേപ്പില കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ കറിവേപ്പില എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്നാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് 2-3 രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ആദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ നമ്മൾ ചില്ലുകുപ്പി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. എൻ്റെ കയ്യിലിപ്പം അതില്ല, പ്ലാസ്റ്റിക്കാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ കറിവേപ്പിലെല്ലാം ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇതളായിട്ട് ഇളക്കിയെടുത്തതല്ല, ഇങ്ങനെ ഈ കമ്പോട് കൂടി തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഞാൻ കറിവേപ്പില നല്ലപോലെ 2-3 വെള്ളം കഴുകി നല്ല വൃത്തിയാക്കി എടുത്തതാണ്, ഉണക്കിയെടുത്തതാണ്. ഒരു ശകലം പോലും വെള്ളമൊന്നും അതിനകത്തില്ല. പിന്നെ ഇലയിൽ എന്തെങ്കിലുമൊക്കെ അഴുക്ക് എന്തെങ്കിലും ഉണ്ടോയെന്ന് നമ്മൾ നോക്കിയതിന് ശേഷം നല്ല ക്ലീൻ ആയിട്ടുള്ള കറിവേപ്പിലാണെങ്കിൽ എടുത്ത് നമുക്ക് ഈ ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിൽ കൊള്ളുന്ന അത്രയും ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. 1 മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഒരുപാട് നമ്മൾ പ്രസ് ചെയ്ത് വെക്കരുത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ഇതുപോലത്തെ വലിയ ടിന്നില്ല, അപ്പോൾ ചെറിയ ടിന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കറിവേപ്പിലയുടെ ഇതളുകളാക്കിയിട്ട് ഇങ്ങനെ ഇതളില്ലേ, ഇങ്ങനെ ഓരോ ഇതളായിട്ട് നമുക്ക് ഇളക്കിയെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സ്പേസ് മതി, കുറച്ച് കൂടുതൽ നമുക്കൊരു ടിന്നിൽ കൊള്ളുകയും ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ അത് കുറച്ച് മെനക്കെട്ട പണിയാണ്, അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ ഇടുന്നത്. ഏകദേശം ഞാനിത് ഫുൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് അമർത്തിയെന്ന് വേണം. ഇനി നമുക്കിതിനൊന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഇനി ഞാൻ ഫുള്ള് ഇട്ട് അടച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ നമ്മൾ അടച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഫ്രീസറിലൊന്നും വെക്കണം. സാധാരണ നമ്മൾ ഫുഡൊക്കെ വെക്കുന്ന തട്ടുണ്ടല്ലോ ഫ്രിഡ്ജിൻ്റെ, അവിടെ തന്നെ ഇത് വെച്ചിരുന്നാൽ മതി. ഇത് 1 മാസം വരെ ഇങ്ങനെ വെച്ചേക്കുന്ന ഈ കറിവേപ്പില നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ സ്റ്റോർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ 1 മാസത്തേക്കുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലും കൂടുതൽ ടൈം, കുറച്ച് ഒരു 6 മാസത്തേക്കൊക്കെ നമുക്ക് എങ്ങനെ കറിവേപ്പില സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത്. വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. അപ്പം നമുക്കൊരു 2-3 സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു 3 സ്പൂൺ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഇതിലെന്ന് വെച്ചാൽ കുറച്ച് നാൾ നമുക്കിത് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ വെള്ളത്തിൽ വിനാഗിരി ഒഴിക്കുന്നത്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇലകളുണ്ടല്ലോ, ഇതുപോലെ ഇളക്കി വെച്ചിട്ടുള്ള ഇലകൾ, ഈ ഇലകൾ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ്, 10 അല്ലെങ്കിൽ 15 മിനിറ്റ്, അതിൽ കൂടുതൽ ഇതിൽ കുതിർത്ത് വെക്കേണ്ട. അത്രയും സമയം ഈ വെള്ളത്തിൽ ഈ കറിവേപ്പില നമുക്ക് കുതിർത്ത് വെക്കണം. ഫുള്ള് നമുക്കപ്പോൾ ഇങ്ങനെ കുതിർത്ത് വയ്ക്കാം. അപ്പം ഞാനിത് വെള്ളത്തിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ നമുക്കിനി ഒന്ന് കഴുകിയെടുക്കണം. ഇതിൽ ആദ്യം ഈ വെള്ളം കളഞ്ഞതിന് ശേഷം സാധാരണ പച്ചവെള്ളത്തിൽ 2-3 വെള്ളം നമുക്ക് കഴുകിയെടുത്ത് കൊണ്ടുവരാം. നല്ല പോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2-3 വെള്ളത്തിൽ നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ വിനാഗിരിയുടെ ഒരു മണം ഒന്നും ഒട്ടും ഉണ്ടാവരുത്. നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇതിന് നമുക്ക് വെള്ളം തോർത്തണം. വെള്ളം ഫുള്ള് കളഞ്ഞിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം ഒരു കിച്ചൺ ടിഷ്യൂവിൻ്റെ മുകളിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ വെള്ളം എല്ലാം പോയി നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം. ഇങ്ങനെ ഫുൾ ഇളക്കിയെടുത്തിട്ടാണ് നമ്മളിത് സിപ്പ് ലോക്കിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ള് ഇളക്കിയെടുക്കാം. ഞാനിത് ഫുള്ള് ഇളക്കിയെടുത്തിട്ടുണ്ട്, ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒരു സിപ്പ് ലോക്കിലോട്ട് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ സിപ്പ് ലോക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കുള്ള കയ്യിൽ ഏതെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നുകളായാലും മതി, കണ്ടെയ്നർ ആയാലും മതി. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ സിപ്പ് ലോക്ക് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഈ സിപ്പ് ലോക്ക് എടുത്തേക്കാണ്. അപ്പോൾ ഞാനിത് ഫുള്ള് ഈ സിപ്പ് ലോക്കിലോട്ട് മാറ്റുകയാണ്. അപ്പം ഞാൻ ഇത് ഫുള്ള് സിപ്പ് ലോക്കിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള എയർ എല്ലാം പോകത്തക്ക രീതിയിൽ വേണം നമ്മൾ സിപ്പ് ലോക്ക് ക്ലോസ് ചെയ്യാനായിട്ട്. അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഇതിനകത്തൊട്ടും എയർ നിന്നുകൊണ്ട് നമ്മളിത് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് എയർ ഒട്ടും കാണത്തില്ല. കണ്ടോ?
അപ്പോൾ നമ്മുടെ സിപ്പിലൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല എയർ ടൈറ്റായിട്ട് ഞാനത് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിത് ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. ഇത് എങ്ങനെ പോയാലും ഒരു 3-4-5 മാസം ഇത് ഫ്രീസറിൽ ഒരു കുഴപ്പമില്ലാതിരിക്കും. അപ്പം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ഫ്രീസർ തുറന്ന് കുറച്ചെടുത്ത് വെച്ചാൽ മതി. എടുത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് കറിയിലൊക്കെ ഇട്ടെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, നമ്മളിപ്പം ക്ലീൻ ചെയ്തെടുത്ത കറിവേപ്പിലയുടെ തണ്ടാണ് കണ്ടോ. അപ്പോൾ ഞാൻ ഈ തണ്ട് കളയത്തില്ല. ഈ തണ്ട് ഞാനെടുത്ത് ഒരു ടിന്നിലിട്ട് ഞാൻ വെച്ചേക്കും. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് നമുക്ക് സാമ്പാറോ രസമോ ഒക്കെ വയ്ക്കുമ്പം ഈ തണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള, അതായത് വിഷമൊന്നും ഇല്ലാത്ത നമ്മുടെ കറിവേപ്പിലയുടെ തണ്ടല്ലേ. അപ്പോൾ ഇത് കുറച്ച് അതിനകത്തോട്ട് ഇങ്ങനെ ഒടിച്ച് കറിവേപ്പിലയുടെ കൂടെ തന്നെ ഒടിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മണമാണ്. സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിതുപോലെ ഒരു ഇതുപോലത്തെ ഒരു ടിൻ എടുക്കും ഞാൻ. എടുത്തിട്ട് ഇത് സാധാരണ നമ്മൾ വെക്കൂലേ അതുപോലെ ഇതിനകത്ത് വെച്ച് ഇപ്പം നമ്മൾ ഇത് കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കത്തുള്ളൂ. ഇത് ഫ്രീസറിലൊന്നും വെക്കേണ്ട. നമ്മൾ കറിവേപ്പില ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടല്ലേ നമ്മൾ സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് ജസ്റ്റ് വാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്തൊരു ടിഷ്യൂ പേപ്പർ വയ്ക്കുന്നത്. അത് വെച്ചിട്ട് അതിനകത്ത് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്തങ്ങ് വെച്ചിരുന്നാൽ മതി. ഇതിങ്ങനെ മടക്കി അങ്ങ് വെച്ചിരുന്നാൽ അത് ഇരിക്കും. അപ്പോൾ ഇത് നമുക്ക് കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുമായിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു രീതിയിലും കൂടി സ്റ്റോർ ചെയ്ത് വയ്ക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു പ്ലാസ്റ്റിക് കുപ്പിയാണ്, മിനറൽ വാട്ടറിൻ്റെ കുപ്പി കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത് 2 പീസായിട്ട്. എന്നിട്ട് ഇതിൽ ചെറിയ ചെറിയ ഹോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നും അല്ല വയ്ക്കുന്നത്, വെളിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പഴയ രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ 1-2 ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ശകലം വെള്ളവും കൂടി നമുക്ക് ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഈ പോർഷൻ ഉണ്ടല്ലോ അത് തിരിച്ചിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചെയ്ത് ഇങ്ങനെ വെച്ചാലും ഒരു 3 ദിവസമൊക്കെ ഒരു കുഴപ്പമില്ല. 3-4 ദിവസം വരെയും ഇല വാടാതിരിക്കും. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മുടെ കറിവേപ്പിൻ്റെ തണ്ടോട് കൂടിയിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഞാൻ 2 ദിവസം മുന്നേ കൊണ്ടുവന്നപ്പോഴും ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. അത് കറക്റ്റായിട്ടിരിക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ആ വെള്ളം അടി വെച്ച് കൊടുക്കുമ്പോൾ അതിനൊന്നും പറ്റത്തില്ല, കറക്റ്റായിട്ടിരിക്കുകയും ചെയ്യും കണ്ടോ. ഇത് നമ്മൾ ഇതെടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസിൻ്റെ അടുത്തൊക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതൊരു മരം പോലെ, കറിവേപ്പില മരം പോലെ ഇരിക്കും. നമുക്ക് ഫ്രഷ് ആയിട്ട് തണ്ടല്ലേ ഇങ്ങനെ ഇളക്കിയെടുത്ത് പെട്ടെന്ന് ഇട്ട് കൊടുക്കാനും ചെയ്യും. ഇതൊരു 3-4 ദിവസം വരെ ഒരു കുഴപ്പമില്ലാതെ ഇതിനകത്ത് തന്നെ ഇരിക്കും. ഇതിൻ്റെ അടിയിലുള്ള വെള്ളം നമുക്ക് വേണമെങ്കിൽ 1-2 ദിവസം കൂടുമ്പോൾ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഇതെടുത്ത് മാറ്റിയിട്ട് ഇത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന വേറൊരു രീതി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ 3 രീതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറിവേപ്പില സ്റ്റോർ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ എന്നെ അറിയിക്കണം. ഇനി ഉടനെ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.